Good morning, all of you. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ പ്ലാനിംഗ് എന്റർപ്രൈസസിലെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എന്റർപ്രൈസ് ആണ്. ഏതാണ്? നമ്മൾ ആദ്യം പഠിച്ചു സോൾ ട്രേഡിംഗ് കൺസേൺ പഠിച്ചു, രണ്ടാമത് പാർട്ണർഷിപ്പ് പഠിച്ചു. നമ്മൾ മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്? നമുക്കറിയാം, നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേൺ പഠിച്ചപ്പോഴും പാർട്ണർഷിപ്പ് പഠിച്ചപ്പോഴും എന്തായാലും അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ, അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്ത് ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഫോം ചെയ്തത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഫോം ചെയ്തത്. പാർട്ണർഷിപ്പ് നമ്മൾ പറഞ്ഞിരുന്നു, പാർട്ണർഷിപ്പ് ആക്ടിന്റെ കീഴിലാണ്, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932ന്റെ അണ്ടറിലാണ് പാർട്ണർഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിലെ ഓരോ പ്രവർത്തികളും അല്ലെങ്കിൽ അതിന്റെ നെയിം, അതിന്റെ പേര് ഫിക്സ് ചെയ്യുന്നത് വരെ എന്തിന്റെ നിയമപ്രകാരമാണ്? കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്, അതിന്റെ റൂൾസ് പ്രകാരമാണ്. നമ്മൾ പറഞ്ഞു 2013, പക്ഷേ 2013 മുന്നേ ഉണ്ട് കമ്പനീസ് അല്ലെ. കമ്പനീസ് ആക്ടില് ആദ്യം ഫോം ചെയ്തത് 1956 1956 ഓൺവേർഡ്സ്, അത് 2013 വരെ ഏത് റൂൾ പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് ആക്ട് പ്രകാരമായിരുന്നു? കമ്പനീസ് ആക്ട് 1956 പ്രകാരമായിരുന്നു എന്ത് ചെയ്തത്? കമ്പനീസ് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ 2013 നമ്മുടെ പഴയ കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്തു. അത് ഏത് വർഷമായിരുന്നു? 2013 ഓൺവേർഡ്സ് കമ്പനീസ് ഫോളോ ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? അമെൻഡ് ചെയ്ത്, അതായത് പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയ 2013 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഓരോ കമ്പനികളും പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ? ആദ്യം നമ്മുടെ കമ്പനീസ് ആക്ട് ഫോം ചെയ്തത് 1956 അന്ന് തൊട്ട് 2013 വരെ ഏത് പ്രകാരമായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? 1956 കമ്പനീസ് ആക്ട് പ്രകാരമായിരുന്നു പ്രവർത്തിക്കുന്നത്. എന്നാൽ 2013 വന്നപ്പോൾ ആ പഴയ നിയമത്തിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി, കുറേയേറെ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ പാസ്സാക്കിയ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടത് കമ്പനീസ് ആക്ട് 2013 റൂൾസ് പ്രകാരമുള്ള കമ്പനീസ് കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്? ഇറ്റ്സ് an artificial person created by law having a separate legal entity, perpetual succession and a common seal. പുതിയ വാക്കുകളൊക്കെയാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് ഒന്നുകൂടി നോക്കാം. An artificial person created by law having a separate legal entity, perpetual succession and a common seal. ഏത് ആക്ട് പ്രകാരമാണ്? കമ്പനീസ് ആക്ട് 2013 പ്രകാരം. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ? നമ്മളെല്ലാം പേഴ്സൺ അല്ലെ, നമ്മൾ പറയാം നമ്മൾ പേഴ്സൺ ആണ്, ഹ്യൂമൻ ആണ് എന്നൊക്കെ പറയും. എന്നാൽ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് വെച്ചാൽ എന്താണ്? ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോപ്പർട്ടീസ് വാങ്ങിക്കാൻ പറ്റും, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും, എഗ്രിമെന്റിൽ ഏർപ്പെടാൻ പറ്റും അല്ലെ, ആർക്കെതിരെയും കേസ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും, ഒരു കമ്പനിക്കും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് കമ്പനി എന്താണെന്ന് പറയുന്നത്? ഇറ്റ്സ് an artificial person having created by law. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്? നമ്മുടെ 1956 ആക്ടിൽ അത് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ 2013 ആക്ട് പ്രകാരമാണ് ഇത് നടക്കുന്നത്, കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ്സ് an artificial person created by law having a separate legal entity. നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്താണെന്ന് പറഞ്ഞു. സോൾ ട്രേഡിംഗ് കൺസേണിലും പാർട്ണർഷിപ്പ് ഫേമിലും എന്തായിരുന്നു ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്? ഓണറും ആ ബിസിനസ്സും ഒന്നാണ് അല്ലെ, അവിടെ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. എന്നാൽ അതൊരു ലിമിറ്റേഷൻ ആയിരുന്നു. സോൾ ട്രേഡിംഗിന്റെയും പാർട്ണർഷിപ്പിന്റെയും ലിമിറ്റേഷൻ ആയിരുന്നു എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല എന്നുള്ളത്. ഇവിടെ എന്താണ്? കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ള ഒരു കമ്പനിയും അതിന്റെ ഓണേഴ്സും ഒന്നല്ല. കമ്പനി ചെയ്യുന്ന പ്രവൃത്തിക്ക് ആര് ബാധ്യതരല്ല, ആർക്ക് അതിന്റെ നിയമവശങ്ങള് ഫോളോ ചെയ്യേണ്ടി വരത്തില്ല. നമ്മുടെ കമ്പനിയിലെ മെമ്പേഴ്സിന്, ഓണേഴ്സിന് അത് ബാധകമല്ല. അതുപോലെ തന്നെ ഓണേഴ്സ് ചെയ്യുന്ന പ്രവൃത്തിക്കും ആര് ലയബിൾ അല്ല? നമ്മുടെ കമ്പനിയും ലയബിൾ അല്ല. മനസ്സിലായോ? അതാണ്
സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പെർപച്വൽ സക്സഷൻ. നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേണിൽ എന്തായിരുന്നു? സോൾ ട്രേഡർ ബിസിനസ് നിർത്തുകയാണെങ്കിൽ ആ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അയാൾ മരിച്ചു പോവുകയാണെങ്കിൽ ആ ബിസിനസ് അവിടെ നിന്നു പോകും. എന്നാൽ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫോമിലും എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു മെമ്പർ, ഒരു പാർട്ട്ണർ മാറുകയാണെങ്കിൽ, മരിച്ചു പോവുകയാണെങ്കിൽ, റിട്ടയർ ആവുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് പറ്റും? ആ പാർട്ട്ണർഷിപ്പ് ഫോം അവിടെ അവസാനിക്കും. പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഫോം ആയിരിക്കും അടുത്തത് വരുന്നത്. എന്നാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമില്ല, അതിനൊരു അവസാനമില്ല. പെർപച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ അതിന് കണ്ടിന്യൂസ് ആണ്. ബിസിനസ് എന്താണ്? കണ്ടിന്യൂസ്ലി പൊക്കോളും. എത്ര വർഷം വേണമെങ്കിലും നിയമപരമായി അത് സ്റ്റോപ്പ് ചെയ്യുന്നിടം വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് പറയുന്നത് പെർപച്വൽ സക്സഷൻ. കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡർ, അത് ഷെയർ ഹോൾഡർ എന്താണെന്ന് പറയാം. കമ്പനിയിലെ ഒരു മെമ്പർ, ഒരു ഓണർ മരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അയാളുടെ പാപ്പരാകുകയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും ബിസിനസ്സിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരികയാണ്, അങ്ങനെ എന്ത് സംഭവിച്ചാലും എന്ത് പറ്റില്ല, കമ്പനിക്ക് അതൊന്നും ബാധകമില്ല. ഇറ്റ്സ് കണ്ടിന്യൂസ്ലി പോയിന്റ്. അതാണ് പെർപച്വൽ സക്സഷൻ എന്നോട് പറയുന്നത്. ആൻഡ് എ കോമൺ സീൽ. നമ്മൾ പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ത് ചെയ്യാം? അയാൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, എഗ്രിമെന്റിൽ ഏർപ്പെടാം, ഒരാൾക്ക് കേസ് കൊടുക്കാം, അതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നമുക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെല്ലാം സൈൻ ചെയ്യാൻ പറ്റും. ആസ് എ പേഴ്സൺ നമുക്ക് എന്താ, ഓരോരുത്തർക്കും ഓരോ സിഗ്നേച്ചർ ഉണ്ട്. എന്നാൽ ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യും? കമ്പനി ഒരു സീലുണ്ട്, നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ട്, വട്ടത്തിലും സ്ക്വയറിലും ഒക്കെ എന്തുണ്ട്? ഒരു സീലുണ്ട്. ആ കമ്പനിയുടെ പേര് അതിൻ്റെ അകത്ത് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട്. അത് സീൽ ചെയ്യുമ്പോൾ എന്താണ്? ആ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഏത് പേപ്പറിലാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ചെയ്യുന്നത് അതിനകത്ത് ഇതാകും, പ്രിന്റ് ആകും. സോ എന്തുണ്ട്? കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ട്. ഇത്രയാണ് ഡെഫിനേഷൻ്റെ അകത്ത് വരുന്നത്. An artificial person created by law having a separate legal entity, perpetual succession and a common seal. Created by artificial person കാര്യം പറഞ്ഞു, created by law. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറഞ്ഞു. എന്തായിരുന്നു ലീഗൽ എൻറ്റിറ്റി? കമ്പനിയും ഓണറും ഒന്നല്ല, രണ്ടും രണ്ടാണ്. പെർപച്വൽ സക്സഷൻ എന്താണ്? ഇത് കണ്ടിന്യൂസ് ആണ്, ബിസിനസ് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുകയില്ല. ആൻഡ് എ കോമൺ സീൽ. അത് എന്തുണ്ട്? ഒരു കോമൺ സീൽ ഉണ്ട്. കമ്പനി ചെയ്യുന്ന എല്ലാ എഗ്രിമെന്റിലും ഡോക്യുമെന്റ്സിലും എന്ത് വേണം? ആ സീൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താകത്തുള്ളൂ, അതിനൊരു വാലിഡിറ്റി ഉണ്ടാകുകയുള്ളൂ. അത്രയാണ് ഡെഫിനിഷനിലകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺസ്റ്റോ കമ്പനീസിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ജോൺസ്റ്റോ കമ്പനി എന്താണ്? നമ്മൾ ആരും ഫോഴ്സ് ചെയ്യാതെ കുറെ ആൾക്കാർ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനാണ് ഇതെന്ന് പറയുന്നത് ജോൺസ്റ്റോ കമ്പനി എന്ന് പറയുന്നത്. അവിടെ മിനിമം എത്ര പേര് വേണം? അതിനു മുന്നേ നമുക്ക് നമ്മുടെ കമ്പനി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈവറ്റ് കമ്പനി എന്നും പബ്ലിക് കമ്പനി എന്നും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചില കമ്പനിയുടെ പേര് പറയുമ്പോൾ. ഇപ്പൊ KMML ലിമിറ്റഡ്, അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, അവിടെ എന്താണ്? പ്രൈവറ്റ് എന്നൊരു വേർഡില്ല. എന്നാൽ ചില കമ്പനിക്ക് എന്താണ്? പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പ്രത്യേകമായി എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് തന്റെ പേരിനോട് കൂടെ ആഡ് ചെയ്യുന്ന എല്ലാ കമ്പനീസും എന്താണ്? പ്രൈവറ്റ് കമ്പനി, അതായത് സ്വകാര്യ വ്യക്തികളുടെ കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാലോ അവിടെ എന്തായിരിക്കും? മിനിമം 7% വേണം. എത്ര വേണം? 7%. അത് അവിടെ എന്താണ്? ഈ പബ്ലിക് കമ്പനിയിൽ 51% ഷെയർസ് ആരുടെ ആയിരിക്കും? ഗവൺമെന്റിന്റെ കൂടിയായിരിക്കും. അതുകൊണ്ടാണ് അതിനെ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതാണ് എന്ത്? പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അവിടെ എത്ര പേര് വേണം? മിനിമം 7% വേണം ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാൽ ഒരു പ്രൈവറ്റ് കമ്പനി, ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര പേര് മതി? മിനിമം 2 വ്യക്തികൾ മതി. അതാണ്, നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഇപ്പം 2013 ആക്ട് പ്രകാരം ഒറ്റയ്ക്ക് ഒരാൾക്ക് എന്താണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് അതിൻ്റെതായ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. സോ മിനിമം നമ്മുടെ ജോൺസ്റ്റോ കമ്പനികൾക്ക് മിനിമം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേര് വേണം, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര്. എത്ര പേര് മെമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് കമ്പനികളിൽ ആകാം. അതിനൊരു ലിമിറ്റഡ്, അവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ഇത്ര പേര് അപ് ടു 100% അല്ലെങ്കിൽ അപ് ടു 1000% എന്ന് പറയുന്നില്ല. കമ്പനിയിലെ എത്ര മെമ്പേഴ്സ് വരെ ആകാം. എന്നാൽ മിനിമം എന്താണ്? 2 വേണം. പ്രൈവറ്റില്, പബ്ലിക്കിലോ മിനിമം 7 വേണം.
അടുത്ത എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നമ്മൾ ഡെഫിനിഷന്റെ അകത്ത് തുടങ്ങുന്നത് തന്നെ എന്തായിരുന്നു, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ക്യാൻ ബൈ സെൽ ആൻഡ് ഓൺ പ്രോപ്പർട്ടി. അതിന് സ്വന്തമായി വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും, വിൽക്കാൻ പറ്റും, അല്ലെ, സ്വന്തം പേരില് ഓൺ ചെയ്യാൻ പറ്റും. സ്യൂ അതേഴ്സ് ആൻഡ് സ്യൂഡ് ബൈ അതേഴ്സ് എന്ന് വെച്ചാലോ, നമുക്ക് നമ്മുടെ പേരിൽ ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ പറ്റും, കമ്പനിക്കെതിരെ എന്താണ് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കും എന്താണ്, നമുക്കും ആരുടെയെങ്കിലും പേരിൽ, അതായത് സ്വകാര്യ വ്യക്തികളായിരിക്കാം അല്ലെ മറ്റു കമ്പനികളായിരിക്കാം, അവരുടെയൊക്കെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും, കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അതിനാണ് പറഞ്ഞത് സ്യൂ അതേഴ്സ് ആൻഡ് സ്യൂഡ് ബൈ അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്താണ്, ഇറ്റ് ക്യാൻ ബൈ സെൽ ആൻഡ് ഓൺ പ്രോപ്പർട്ടി. അതുപോലെ എന്താ സ്യൂ അതേഴ്സ് ആൻഡ് സ്യൂഡ് ബൈ അതേഴ്സ് ആണ് സ്വന്തമായി ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമുക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആദ്യത്തെ രണ്ടെണ്ണത്തിലും കേട്ടതാണ്, ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞതാണ്. ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റസ് ഡിഫറെന്റ് ഫ്രം ദ മെമ്പേഴ്സ്. അതായത് കമ്പനിക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ട്. മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്താകുകയില്ല, നമ്മുടെ കമ്പനിയുടെ ലയബിലിറ്റി ആകുകയില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ലയബിലിറ്റി ആർക്കും വരില്ല, മെമ്പേഴ്സിനും വരില്ല. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അടുത്ത എന്താണ് കോമൺ സീൽ. എന്താണ് ഈ കോമൺ സീൽ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു അതിന് സ്വന്തമായി അതിന്റെ പേര് എൻഗ്രേവ് ചെയ്ത കൊത്തിവെച്ച ഒരു സീലുണ്ട്. ആ സീല് നമ്മുടെ ഡോക്യുമെന്റ്സിലൊക്കെ ഇത് ചെയ്യുമ്പോൾ, സ്റ്റാമ്പ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് വരികയുള്ളൂ, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എന്താകത്തുള്ളൂ, വാലിഡ് ആകുകയുള്ളൂ. ഇറ്റ് യൂസസ് എ കോമൺ സീൽ ഓൺ വിച്ച് ഇറ്റ്സ് നെയിം ഈസ് എൻഗ്രേവ്. ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്, അതിലൊരു കോമൺ സീൽ ഉണ്ട്. അടുത്ത ഫീച്ചർ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം നോക്കാം. കമ്പനിയിൽ നമ്മുടെ മൊത്തമുള്ള ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട് ഉണ്ടല്ലോ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ നമുക്ക് കുറെ പോർഷൻ ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആകെ ആ കമ്പനിക്ക് വേണ്ടത് 10 ലക്ഷം രൂപയാണ്, 10 lakh rupees ആണ്. അതിനെ അവർ എന്താക്കും, ഈക്വലി ഡിവൈഡ് ചെയ്യും. 10,000 ഷെയർസ്. ആ കമ്പനിക്ക് എന്തുണ്ട്, 10,000 ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്, 100 രൂപ. അപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം, ഞാനൊരു 1000 രൂപ കമ്പനിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് എന്താ, ഒരു 1000 രൂപ കൊടുത്താൽ എനിക്ക് ആ കമ്പനിയുടെ മെമ്പർ, എനിക്കൊരു 1000 രൂപ കൊടുത്താൽ എന്താകാം, എനിക്ക് ആ കമ്പനിയിലെ മെമ്പർ ആകാം. 1000 രൂപ കൊടുത്താൽ ഞാൻ എത്ര ഷെയറിന്റെ ഓണർ ആണ്, അതിന്റെ 100 രൂപയ്ക്കും എന്ത് വാങ്ങാം, ഷെയർ വാങ്ങാം. ഒരു കമ്പനിയില് നമുക്ക് 100 രൂപ കൊടുത്തു ആ കമ്പനിയുടെ ഓണർ ആകാം. ഞാൻ എത്ര രൂപ കൊടുക്കാൻ തയ്യാറാണ്, 1000 രൂപ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന്റെ വാല്യൂ 100 രൂപ, ഞാൻ എത്ര ഷെയറിന്റെ ഓണർ ആകും, 10 ഷെയറിന്റെ ഓണർ ആകും. കമ്പനിയില് ഓരോ വ്യക്തികളും എന്താണ് കൊടുക്കുന്ന എമൗണ്ട്, ഓരോ ഷെയർസ് ആണ്. അവരെ അതുകൊണ്ട് എന്തെന്ന് വിളിക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. ഒരു ഷെയർ ഹോൾഡ് ചെയ്താലും ഞാൻ കമ്പനിയുടെ ഓണർ ആണ്, എന്നെ എന്തെന്ന് വിളിക്കും, ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ, കമ്പനിയിലെ ഷെയർസ് ആണ് വരുന്നത്. നമ്മള് പത്രത്തില്, നമ്മുടെ പേപ്പറിലൊക്കെ വാണിജ്യം പേജിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വില കുറവ്, ഇടിവാണ്, അല്ലെങ്കിൽ ഇത്ര രൂപ സെൻസെക്സ്, ഇത്ര പോയിന്റ് സെൻസെക്സ് കൂടി, നിഫ്റ്റി കൂടി എന്നൊക്കെ നമ്മൾ കേൾക്കാം. അതെന്തിന്റെ ബേസിലാണ്, കമ്പനികളുടെ ഈ ഷെയറിന്റെ ബേസിലാണ്. അപ്പൊ കമ്പനിയിലെ ഓണേഴ്സിനെ എന്തെന്ന് പറയാം, നമുക്ക് എല്ലാരെയും ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. എന്നാൽ കമ്പനിയില് ഇത്രയും എത്രയാണ്, ഒരു 100 രൂപ കൊടുത്താലും കമ്പനിയുടെ ഓണർ ആകും. എന്നാൽ കമ്പനിയുടെ പാർട്ണർഷിപ്പിന്റെ കേസിൽ 2 പേരേ ഉള്ളൂ പാർട്ട്നേഴ്സ്. 2 പേര് കൂടി മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കമ്പനിയിൽ ഒത്തിരി ആയിരക്കണക്കിന് ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ഈ 1000 പേര് കൂടിയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അല്ല. അതിൽ നിന്ന് കുറച്ച് പേര് ഒരു മീറ്റിംഗ് ഒക്കെ കൂടി അവരെന്ത് ചെയ്യും, ഇലക്ട് ചെയ്ത് വോട്ടൊക്കെ അവർക്ക് കൊടുത്ത് തിരഞ്ഞെടുക്കും. അപ്പൊ ഈ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യങ്ങളും ആരായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഒരു 3-4 പേര്, അതായത് ഒരു 10 പേര് ചേർന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അല്ല അവരെന്തെന്ന് പറയാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരാണ് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. സോ അവരെന്തെന്ന് പറയാം, നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയാം. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ അടുത്ത ഫീച്ചർ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ലിമിറ്റഡ് ലയബിലിറ്റി. എന്താണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി? ഞാൻ 1000 രൂപയുടെ ഷെയർ ആണ് ഞാൻ വാങ്ങിയത് എങ്കിൽ എന്റെ ലയബിലിറ്റി എത്രയാണ്, ആ 1000 രൂപ മാത്രമാണ്.
ഞാൻ എത്ര രൂപയുടെ ഷെയർ ആണോ വാങ്ങിയത് അത്രയും മാത്രമായിരിക്കും എന്ത് എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ 1 രൂപ പോലും കൂടുതൽ എന്താകില്ല, എനിക്ക് ലയബിലിറ്റി ഇല്ല. ഞാൻ കമ്പനിയുടെ ഒരു ഷെയറിന്റെ വാല്യൂ 100 രൂപ, ഒരു ഷെയറിന്റെ വാല്യൂ 100 രൂപയാണ്. അങ്ങനെ 10 ഷെയർ എനിക്കുണ്ട്. ഞാൻ എത്ര രൂപ കമ്പനിക്ക് വേണ്ടി മുടക്കി? 1000 രൂപ കമ്പനിക്ക് വേണ്ടി മുടക്കി. കമ്പനിയുടെ റുപ്പിയുടെ സൈൻ ഒക്കെ മാറി, റുപ്പിയുടെ സൈൻ എന്താ ഇപ്പം 1000 രൂപ കമ്പനിക്ക് വേണ്ടി മുടക്കി. അപ്പൊ എന്റെ ലയബിലിറ്റി എന്താണ്? ഇത്രയും മാത്രമാണ്, ഷെയർസ്. പിന്നെന്താണ് ഗ്യാരണ്ടി? ഗ്യാരണ്ടി ആണെങ്കിൽ ആദ്യമേ പറയും, ഗ്യാരണ്ടി ആണെങ്കിൽ എന്താണ് 10000 രൂപയാണ് എന്റെ ഗ്യാരണ്ടി. നേരത്തെ പറയുകയാണ്, അത് ഞാൻ അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ 10000 രൂപ മാത്രമായിരിക്കും എന്ത് എന്റെ ലയബിലിറ്റി. അപ്പൊ ലയബിലിറ്റി 2 തരമുണ്ട്. ലയബിലിറ്റി ലിമിറ്റഡ് ടു ഷെയർസ് ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. ഷെയർ ഞാൻ എത്ര രൂപയുടെ ഷെയർ ആണ്? 10 ഷെയർ ആണ് എനിക്കുള്ളത്. 100 രൂപയുടെ 10 ഷെയർ ആണ് എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ 1000 രൂപ മാത്രമാണ് എന്റെ ലയബിലിറ്റി. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ 10000 രൂപയാണ് എന്റെ കോൺട്രിബ്യൂഷൻ. സോ എത്രയേ ഉള്ളൂ എന്റെ ലയബിലിറ്റി? 10000 രൂപയാണ്. കമ്പനിക്ക് ഇപ്പം 10 ലക്ഷം രൂപ കടം വന്നാലും എന്റെ ബാധ്യത എത്രയുണ്ട്? ആ 1000 രൂപ. ഷെയർ ആണെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ ഗ്യാരണ്ടി ആണെങ്കിൽ എത്ര? 10000 രൂപ. അത്രയേ ഉള്ളൂ എന്ന് എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കൊമേഴ്സുകാർക്ക് കുഴപ്പമില്ല, അവര് ഫസ്റ്റ് ഇയറിൽ ഇതെല്ലാം വളരെ വിശാലമായിട്ട് പഠിച്ചതാണ്. നോൺ കൊമേഴ്സുകാര് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. എന്നാൽ കുറച്ചുകൂടി ഡൗട്ട് വരുന്നത് നോൺ കൊമേഴ്സുകാർക്കായിരിക്കും. ഓക്കെ, അടുത്ത നമ്മുടെ 6th ക്യാരക്ടർ എന്താണ്? ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. എന്താണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്? എന്റെ പേരിലിരിക്കുന്ന ഒരു സാധനം മറ്റൊരാളുടെ പേരിലാക്കി ആക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെ? സോ നമ്മുടെ ഷെയർസ് ഒരു കമ്പനിയിൽ നമ്മൾ എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം? നമ്മൾ പറഞ്ഞു പബ്ലിക് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്. പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് എന്താണ് ഈസിലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പം ഒരു സൈറ്റിൽ ഇടുകയാണ്, ഇത്ര ഷെയർസ് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് അവിടെ ഇഷ്ടംപോലെ ബയേഴ്സ് ഉണ്ട്, അത് വാങ്ങിക്കാം, അല്ലെ? അത് എനിക്ക് ഈസിലി വാങ്ങുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം പബ്ലിക് കമ്പനിയിലെ ഷെയർസ്. എന്നാൽ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് അവിടെ കുറച്ച് നമ്മൾ പറഞ്ഞു കമ്പനി ആണെങ്കിലും കുറച്ച് റൂൾസ് ഉണ്ട്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് എന്താണ് അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ത് ചെയ്യാൻ? കമ്പനിയിലെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എന്നാൽ എന്താണ് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് for a public company it can be freely transferred and for a private company it imposes some restrictions. അടുത്തത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കമ്പനിയിൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സ്, ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കാം. ആ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് എന്താണ് കമ്പനിയുടെ ഓർഡറൊന്നും അറിയില്ല. അവരൊരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് മാത്രമേ അറിയുകയുള്ളൂ, അല്ലെ? സോ ആ 1,00,000 ആൾക്കാർക്ക് വന്നിരുന്ന ഒരു കമ്പനി മാനേജ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷെ ഒരു പാർട്ണർഷിപ്പ് ഫോം അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് കൺസേണിൽ 2 or 3 അല്ലെങ്കിൽ വളരെ 50 പേരെ കാണുകയുള്ളൂ. അവിടെ എന്താണ് മാനേജ് ചെയ്യാൻ പറ്റും. അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് എന്താണ് ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് കാണും. അക്രോസ് ദ വേൾഡ്, ലോകം മുഴുവൻ കാണും ഷെയർ ഹോൾഡേഴ്സ്. അവിടെ എന്തുണ്ട്? അവർക്ക് എല്ലാവർക്കും കൂടെ വന്നിരുന്ന് മാനേജ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, അവരൊരു മീറ്റിംഗ് ഒക്കെ കൂടി ഇലക്ഷൻ ഒക്കെ വെച്ചിട്ട് കുറെ പേരെ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. അവരായിരിക്കും കമ്പനിയിൽ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. അപ്പൊ കമ്പനി മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. കമ്പനിയിലെ ഓണേഴ്സ് ആരായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് കമ്പനിയിലെ ഫീച്ചേഴ്സ് പറഞ്ഞത്. എന്താണ് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? വോളണ്ടറി അസോസിയേഷൻ. അതെന്താണ് വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. മിനിമം എത്ര വേണം? 2 ടൈപ്സ് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 persons ആൻഡ് പബ്ലിക് കമ്പനിയിൽ മിനിമം 7 persons. എത്ര വരെ മെമ്പേഴ്സ് വേണമെങ്കിലും ഒരു കമ്പനിയിൽ ആകാം. അതാണ് വോളണ്ടറി അസോസിയേഷൻ. അടുത്തെന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞല്ലേ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്? യു ക്യാൻ ഓൺ പ്രോപ്പർട്ടി, സെൽ പ്രോപ്പർട്ടി, ബൈ പ്രോപ്പർട്ടി. പിന്നെ എന്താണ്? യു ക്യാൻ സ്യൂ ആൻഡ് സ്യൂഡ് ബൈ അതേഴ്സ്. നമുക്ക് കേസ് കൊടുക്കാം, മറ്റുള്ളവർക്ക് നമുക്കെതിരെ കേസ് കൊടുക്കാം. അടുത്തത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിയും ഓണേഴ്സും രണ്ടും രണ്ടാണ്. കമ്പനി ചെയ്യുന്ന പ്രവർത്തികൾക്ക് ആരും ലൈബിൾ അല്ല, ഓണേഴ്സും ലൈബിൾ അല്ല. ഓണർ ചെയ്യുന്ന പ്രവർത്തിക്ക് ആരും ലൈബിൾ അല്ല, കമ്പനിയും ലൈബിൾ അല്ല. അടുത്ത എന്താണ്? കോമൺ സീൽ പറഞ്ഞു. എന്താണ് കോമൺ സീൽ?
അതിന് സ്വന്തമായി സൈൻ ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ പേരും സ്ഥലവും ഒക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് എന്താണ്, ഒരു റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പില് എന്തുണ്ട് എൻഗ്രേവ് ചെയ്ത് കൊത്തി വെച്ചിട്ടുള്ള അത് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എന്താണ് ഡോക്യുമെന്റ്സ് ഒക്കെ വാലിഡ് ആവുകയുള്ളൂ. അടുത്ത എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ടു ഷെയർസ് ഉണ്ട്, ലിമിറ്റഡ് ടു ഗ്യാരണ്ടി ഉണ്ട്. ഷെയർസ് ആണെങ്കിൽ ഞാൻ എന്റെ 1000 രൂപയുടെ ഷെയർ ആണ് ഞാൻ വാങ്ങിയതെങ്കിൽ എന്റെ ലയബിലിറ്റി എത്രയാണ്, 1000 രൂപ മാത്രമായിരിക്കും. ഗ്യാരണ്ടി ആണെങ്കിലോ, ഗ്യാരണ്ടി എന്ന് വെച്ച് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് ലാഭേച്ഛയിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. അവിടെ എന്തായിരിക്കും, എനിക്ക് 10,000 രൂപ എന്തെങ്കിലും കടം വന്നാൽ ഞാൻ കൊടുക്കണം. അതാണ് ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ ലിമിറ്റഡ് ടു ഗ്യാരണ്ടി ആണെങ്കിൽ എന്താണ്, ആ 10,000 രൂപ മാത്രമായിരിക്കും എന്റെ ലയബിലിറ്റി. അടുത്ത എന്താ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർ മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പബ്ലിക് കമ്പനി എന്താ, ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫർ ടു എനി പേഴ്സൺ. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിൽ എന്താണ്, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയിൽ ലക്ഷക്കണക്കിന് ഓണേഴ്സ് കാണും, ഷെയർ ഹോൾഡേഴ്സ് കാണും അല്ലെ. അതിനകത്ത് മാനേജ് ചെയ്യുന്നത് ഇലക്ട് ചെയ്ത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഓണർഷിപ്പിലും മാനേജ്മെന്റിലും ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ നോക്കിയത്, ജോൺസ്റ്റോ കമ്പനിയിൽ നമ്മൾ നോക്കിയത്. എന്തായിരുന്നു കമ്പനിയുടെ ഡെഫിനിഷൻ? ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ having separate legal entity, perpetual succession and a common seat. In perpetual succession എന്തായിരുന്നു, കണ്ടിന്യൂസ് ആണ് ബിസിനസ്സിലെ ഷെയർ ഹോൾഡർക്ക് എന്ത് സംഭവിച്ചാലും എന്ത് പറ്റില്ല, കമ്പനി അത് ബാധിക്കില്ല. ബാക്കി ടേംസ് ഒക്കെ ഫീച്ചേഴ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, താങ്ക് യു.